ഈ എൻ്റെ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ചാപ്റ്റർ നമ്പർ 1-നകത്തുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 1-ൽ നിന്നാണ്. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദ ചാപ്റ്റർ നമ്പർ 1, അപ്പോൾ നമ്മൾ ചാപ്റ്റർ നമ്പർ 1-ലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്താ? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നല്ലേ. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 1-നകത്ത് ഫസ്റ്റ് എന്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് മനസ്സിലാക്കണം? എന്താണ് സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചാപ്റ്റർ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ചാപ്റ്റർ നമ്പർ 1-നകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞിട്ടാ. ബട്ട് അത് ഡെഫിനിഷൻ മാത്രമാണ്. നമുക്ക് ഡെഫിനിഷൻ കിട്ടിയാൽ പോരാ, നമുക്ക് കോൺസെപ്റ്റ് വേണം അല്ലേ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ പഠിക്കണം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 1-ന്റെ സ്ട്രാറ്റജീൻ്റെ ബേസിക് കാര്യങ്ങളാണ് അല്ലേ. എന്താണ് സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ സ്ട്രാറ്റജിക്ക് പല പല കമ്പനികളുടെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വാരി വെതറും. അപ്പോൾ ആ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് മറക്കൂല. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾ, പല പല കമ്പനികളുടെയും ഒരുപാട് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പനികളുടെ സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. സ്ട്രാറ്റജിക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ അറിയോ? ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജിക്ക് ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു എക്സാമ്പിൾ സ്ട്രാറ്റജിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ വിശ്വസിക്കുന്നു. സ്ക്രീനിൽ പക്കയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആ എക്സാമ്പിൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ടീമും അല്ല, 2 ടീമുണ്ട്. ഓക്കെ, ഇത് ടീം നമ്പർ 1 ഉണ്ട്, ഇത് ടീം നമ്പർ 2 ഉണ്ട്. ഓക്കെ, എന്ത് ടീമാണ്? ഒരു ഫുട്ബോൾ ടീമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഫുട്ബോൾ ടീം നമ്പർ 1 ഉണ്ട്, ഫുട്ബോൾ ടീം നമ്പർ 2 ഉണ്ട്. ഓക്കെ, ഫുട്ബോൾ ടീം നമ്പർ 1 ഉണ്ട്, ഫുട്ബോൾ ടീം നമ്പർ 2 ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഫുട്ബോൾ ടീം നമ്പർ 1 ഈസ് എ ബ്രില്യൻ ടീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൂപ്പർ ടീം. ഇത് നല്ലൊരു എഫിഷ്യൻറ്റ് ടീമാണ്. ഇവരുടെ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ കാപ്പബിലിറ്റി പ്ലെയേഴ്സാണ്. ഇനി ടീം നമ്പർ 2-ൻ്റെ പ്രത്യേകത എന്താ അറിയോ? ടീം നമ്പർ 2 ഈസ് വെരി വീക്ക് ടീം. ഇത് വീക്ക് ടീമാണ്, ഇത് പോരാ അല്ല, ലോ ലെവൽ ടീമാണ്. ഇത് പോരാ, ഇത് എന്താണ്? അത്ര ബ്രില്യൻ്റ് എന്നല്ല, ഇതൊരു ലോ ലെവൽ ടീമാണ്. ഇവർ തട്ടിക്കൂട്ടിയിട്ട് ഒരു ടീം ഉണ്ടാക്കിക്കാണ്. ഏത്? ഈ ടീം നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തട്ടിക്കൂട്ടിയൊരു ടീം ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾ ആലോചിക്കേ, ഒരു ഹൈ ലെവൽ ടീമും ഒരു ലോ ലെവൽ ടീമും പരസ്പരം ഒരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ ഹൈ ലെവൽ ടീമും ലോ ലെവൽ ടീമും പരസ്പരം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇത് ഗ്രൗണ്ടാണെന്ന് വിചാരിക്കുക അല്ലേ. ഹൈ ലെവൽ ടീമുണ്ട്, 2 ലെവൽ ടീമുണ്ട്. ഇത് അതിൻ്റെ പകുതി. ഇവിടെ സെൻറ്ററാണ്. ഇവിടെ ഗോൾ പോസ്റ്റ് ഉണ്ട് അല്ലേ. ഇവിടെ രണ്ടിടത്തും പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഹൈ ലെവൽ ടീം, അതായത് നമ്മുടെ ടീം നമ്പർ 1 പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ടീം നമ്പർ 2, അതായത് നമ്മൾ ലോ ലെവൽ ടീം. വെറുതെ തട്ടിക്കൂട്ടിയ ടീം ഉണ്ടാക്കി. നമുക്കറിയാം ഇവിടെ ജയിക്കാൻ ചാൻസ് 99% ചാൻസ് ആർക്കാണ് കൂടുതൽ? നമ്മുടെ ഹൈ ലെവൽ സൂപ്പർ ടീമായ ടീം നമ്പർ 1-നാണ്. കാരണം അവർ നല്ല പ്ലേയേഴ്സാണ്. നല്ല ഗോൾ കീപ്പർ ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ഫോർവേഡ് ഉണ്ട്, നല്ല ബാക്ക് ഉണ്ട് അല്ലേ, നല്ല സെൻറ്റർ ഉണ്ട്. ടീം നമ്പർ 2 ഈസ് എ വെരി വീക്ക് ടീം അല്ലേ. നല്ല കീപ്പറല്ല, വെറുതെ തട്ടിക്കൂട്ടി അവിടുന്ന് ഇവിടുന്നും പന്ത് തട്ടാൻ അറിയാവുന്ന കുറച്ച് പേരെ സംഘടിപ്പിച്ചിട്ട് ഒരു ടീമാക്കി മാറ്റി. ഇതാണ് നിങ്ങളുടെ ടീം നമ്പർ 2. നിങ്ങൾ പറ, ഇതിൽ ജയിക്കാൻ ചാൻസുള്ള ടീം ഏതാ? ടീം നമ്പർ 1 അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുക, കളി തുടങ്ങി ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. ഫസ്റ്റ് ഹാഫായി. ഈ 2 ടീമും സമനില. ഇവരെങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു, സമനില അല്ല. ടീം നമ്പർ 1-നെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ ഇവർ ശ്രമിച്ചില്ല. പന്ത് അതിലേക്ക് അടിച്ചു വിട്ടെന്ത് ചെയ്തു? സമനിലാക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, സമനിലാക്കി സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക അറിയോ? ടീം നമ്പർ 2 ഉണ്ട്, നമ്മളെ വീക്ക് ടീം ടീം നമ്പർ 1-ക്ക് ഒരു ഗോളങ്ങ് അടിച്ചു. എങ്ങനെയോ ഒരു ഗോളായി, തട്ടിക്കൂട്ടിയൊരു ഗോളായി. ഇവൻ വെറുതെ പന്തൊരു ഒറ്റ അടി അടിച്ചത് നേരെ പോസ്റ്റിക്ക് പോയിട്ട് തുളഞ്ഞങ്ങ് കയറി. ഇപ്പം എന്താ സംഭവിച്ചത്? ടീം നമ്പർ 1 ആണ് നല്ല ടീം അല്ലേ. കളി സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ എന്ത് ചെയ്തു? ഗോൾ അടിച്ചു. ഇപ്പം ആരാ ജയിച്ചിരിക്കുന്നത്? നിങ്ങൾ പറ. ഇപ്പം ജയിച്ചിരിക്കുന്നത് 1-0 ജയിച്ചിരിക്കുന്നത് നമ്മുടെ ടീം നമ്പർ 2 അതായത് നമ്മൾ പറഞ്ഞ ലോക്കൽ ടീം ജയിച്ചിരിക്കുന്നു വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കട്ടോ, ഞാൻ സ്ട്രാറ്റജിയുടെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ വലിയ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ടീം നമ്പർ 2 നമ്മുടെ ലോക്കൽ ടീമിൻ്റെ ആ ഒരു സമയം അവർ ഗോൾ അടിച്ചില്ലേ. ഇനി കളി കഴിയാൻ 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ഈ ഒരു മൊമെൻറ്റിൽ ടീം നമ്പർ 2 യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്തായിരിക്കും? കുരുട്ടുബുദ്ധി എന്തായിരിക്കും? കുതന്ത്രം എന്തായിരിക്കും? ഇനി അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി പിടിച്ചു നിൽക്കുക അല്ലേ. ഇനി 1-നെ കൊണ്ട് ഗോൾ അടിപ്പിക്കരുത്. അപ്പോൾ അതിന് വേണ്ടി അവരെന്താ യൂസ് ചെയ്യാറിയോ? പന്ത് കിട്ടിയ ഒരൊറ്റ അടിയേകരം അടിച്ചങ്ങ് വിടും. ഏറെ നോക്കൂല, പന്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിക്കൂല. അങ്ങോട്ട് ഗോൾ അടിക്കഴിഞ്ഞാൽ കൊണ്ട് വയ്ക്കൂല. ഇങ്ങനെയൊക്കെ ചെക്കിൽ ഗോൾ അടിച്ചാൽ പന്ത് കാലം കിട്ടിയോ ഒരൊറ്റ അടിയായിരിക്കും, നേരെ അടിച്ചങ്ങ് വിടും. അവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ അയക്കൂല. ഇതാണ് ആര് ചെയ്യുക? സമയം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ശരിയല്ലേ?
ബോയ്സ് പറ, നിങ്ങൾക്ക് ബോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇതാണ് ഒരു ലോക്കൽ ടീമും ഹൈ ലെവൽ ടീമും കളിച്ചാൽ ഹൈ ലെവൽ ടീം ഒരു ലോക്കൽ ടീം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും? സമയം കഴിക്കാൻ വേണ്ടി നോക്കും അല്ലേ? പന്ത് അടിച്ചോടും, ഐഡിയിലൊക്കെ അടിച്ചോടും. പന്ത് അവരെ പോയിട്ട് ഒരാളെ പോയിട്ട് 4 പേര് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ പന്തോട് ഇരുമ്പോൾ എന്ത് ചെയ്യും? 4 പേര് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും ബാക്ക് ഇറങ്ങിക്കും, മുമ്പോട്ട് ആരും പോവില്ല, അടിച്ചങ്ങോടും പന്ത്. എന്നിട്ട് എന്ത് ചെയ്യും? സമയം അങ്ങനെ കഴിച്ചു, 10 മിനിറ്റ് അങ്ങ് കഴിക്കും. ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ പറ, എന്താണ് സ്ട്രാറ്റജി? ഞാനിപ്പോൾ പറഞ്ഞ റിയൽ ലൈഫിനകത്തുള്ള ഒരു എക്സാമ്പിളാണ് സ്ട്രാറ്റജിക്ക്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇതൊരു റിയൽ ലൈഫിൽ എക്സാമ്പിളാണ്. നോർമലി എല്ലാവരും ചെയ്യുന്ന എക്സാമ്പിളാണ്, സ്ട്രാറ്റജിക്ക് എല്ലാവരും ചെയ്യുന്ന എക്സാമ്പിളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. ഇത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ സ്ട്രാറ്റജി എന്താണെന്നത്? ഒരു മനുഷ്യന്മാരുടെ റിയൽ ലൈഫിൽ എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ കമ്പനികൾ, ആ കമ്പനികൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നമുക്ക് നോക്കണം. ഓക്കെ, ഓരോരോ കമ്പനികൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്കിവിടെ ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ ഏത് ടൈപ്പ് സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്യുക? ഓക്കെ, ഓരോ കമ്പനികളും അതാത് കമ്പനികൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക് ഫസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും ബേസിക്സ് ഓഫ് SM. ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക്. ഹിയർ സ്റ്റാർട്ട് ദ ലെസൺ. നമ്മൾ ഇന്ന് ലെസൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ കടന്നിട്ടില്ല, സ്ട്രാറ്റജിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഒരുപാട് എക്സാമ്പിൾ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ വാട്സപ്പിൻ്റെ സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ബൈജൂസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ LIC എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ജിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ജിയോ സിനിമ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ജിയോൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്കങ്ങനെ ഒരുപാട് കമ്പനികളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഒരു കമ്പനിയാണ് ജിയോ അല്ലേ? ജിയോ അല്ലെങ്കിൽ ജിയോ സിനിമ. നമുക്ക് എന്ത് ചെയ്യാം? ജിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജിയോ ഉണ്ട്, അതേപോലെ തന്നെ ജിയോ സിനിമയുണ്ട്. ഓക്കെ, ജിയോ ഉണ്ട്, അതുപോലെ തന്നെ ജിയോ സിനിമയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ജിയോ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജിയോ സിനിമ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താ മക്കളെ ജിയോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജിയോ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കമ്പനിയാണോ? ശരിയാണ്, ഇതൊരു കമ്പനിയാണ്. എന്ത് കമ്പനിയാണ് ജിയോ സിനിമ? ജിയോ സിനിമ മുകേഷ് അംബാനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണല്ലേ മുകേഷ് അംബാനി അല്ലേ? മുകേഷ് അംബാനി പുള്ളിക്കാരൻ ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണത് ജിയോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജിയോ സിനിമ മുകേഷ് അംബാനി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ മനസ്സിലോട്ടൊരു ചിന്ത വന്നു. എന്താ അറിയോ? ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. ഏതൊക്കെ? ഹോട്ട്സ്റ്റാർ ഉണ്ട് അല്ലേ? ഹോട്ട്സ്റ്റാർ ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അല്ലേ? നമുക്കറിയാം OTT പ്ലാറ്റ്ഫോംസ് നമുക്ക് ഒരുപാട് പറയുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോംസ് എന്നുണ്ട്, ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? കണ്ടോ, ആമസോൺ പ്രൈം ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം മുകേഷ് അംബാനി ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്കൊരു OTT പ്ലാറ്റ്ഫോം അല്ലേ? ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടം ഫുള്ള് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടം. ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടം ഫുള്ള് എന്തിൻ്റെ കാലഘട്ടമാടാ? ഇനി ഓൺലൈൻ്റെ ഒരു ട്രെൻഡ് വരാൻ വേണ്ടി പോവുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു OTT പ്ലാറ്റ്ഫോം നിർബന്ധമാണ് അല്ലേ? അപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലെ ആമസോൺ പോലത്തെ ഒരു OTT പ്ലാറ്റ്ഫോം നമുക്ക് വേണം. അതിന് മുകേഷ് അംബാനി എന്താ ചെയ്തോ? ഫസ്റ്റ് മുകേഷ് അംബാനി ഒരു ആപ്ലിക്കേഷൻ അങ്ങ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരാണെന്ത്? ജിയോ സിനിമ. ജിയോ സിനിമ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് മുകേഷ് അംബാനിയുടെ പ്ലാറ്റ്ഫോമാണ്. എന്നിട്ട് മുകേഷ് അംബാനി എന്താണ് ജിയോ സിനിമ, ഇനി എങ്ങനെ മുകേഷ് അംബാനിക്ക് ഈ ജിയോ സിനിമ ഇന്ത്യയിലുള്ള ഇത്രയും കോടിക്കണക്കിന് ആളുകളിലോട്ട് ജിയോ സിനിമ എങ്ങനെ എത്തിക്കണം? അതിൻ്റെ ഒരു തന്ത്രം യൂസ് ചെയ്യണം, ഒരു കുതന്ത്രമാണ്. വെറുതെ ആരെങ്കിലും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യടാ. നമുക്കിപ്പോൾ തോന്നിയ പോലെ നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തോന്നിയ പോലെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും? ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യില്ല. നമ്മൾ നല്ല ആരും എന്ത് ചെയ്യില്ല, തോന്നിയ പോലെ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ മുകേഷ് അംബാനി വിചാരിച്ചു ഇത് ആളുകളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം. എന്താ ഇതിന് മുകേഷ് അംബാനി ചെയ്തറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് IPL അറിയില്ല? IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് അറിയില്ല? ക്രിക്കറ്റിൻ്റെ IPL ആണിത് അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റിൻ്റെ ലീഗാണിത് IPL. ബോയ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഗേൾസിന് അറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, IPL എന്ന സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് ക്രിക്കറ്റിൻ്റെ ടൂർണമെൻറ്റാണ്. ഓക്കെ, മുകേഷ് അംബാനി എന്താ അറിയോ? ഓരോ വർഷവും IPL നടക്കുന്നുണ്ടല്ലോ. ഇനി വരാൻ വേണ്ടി പോകുന്ന 5 വർഷത്തേക്ക് അല്ലെ, 5 ഇയേഴ്സിന് വരാൻ വേണ്ടി പോകുന്ന 5 വർഷത്തിന് വേണ്ടിയിട്ട് മുകേഷ് അംബാനി ഈ IPL ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് നോക്കണേ. IPL അല്ലെ സംപ്രേക്ഷണം, IPL ടെലികാസ്റ്റിംഗ് റൈറ്റ് എന്നാ പറയുക. IPL ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആര് വാങ്ങി? മുകേഷ് അംബാനി വാങ്ങി. ജിയോ സിനിമയിലൂടെ ആയിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്ന 5 വർഷത്തിന് IPL ടെലികാസ്റ്റ് ചെയ്യാം. അതിൻ്റെ റൈറ്റ് ഫുള്ള് മുകേഷ് അംബാനി വാങ്ങി.
നിങ്ങൾ കോമഡി എന്താ അറിയുക, കോമഡി അല്ല, എത്ര രൂപക്കാണ് റേറ്റ് നോക്കണ്ടേ, എത്ര രൂപക്കാണ് മുകേഷ് അംബാനി ഈ ജിയോ സിനിമയുടെ ടെലികാസ്റ്റിംഗ് റേറ്റ് വാങ്ങിയത് അറിയോ? നോക്കി 23,578 കോടിയാന്ന് തോന്നുന്നുണ്ട്. 23,578 കോടി രൂപക്കാണ് മുകേഷ് അംബാനി IPLന്റെ ടെലികാസ്റ്റിംഗ് റേറ്റ് വാങ്ങിയത്. മുകേഷ് അംബാനിക്ക് അത് ഭ്രാന്തുണ്ടോ? 23,000 കോടി രൂപ കൊടുത്തിട്ട് IPLന്റെ ടെലികാസ്റ്റിംഗ്, അതായത് IPL ഒരാൾക്ക് കാണണമെന്നെങ്കിൽ വേറെ ചാനലിൽ കിട്ടൂല, ജിയോ സിനിമയിലൂടെ കിട്ടുള്ളൂ, വേറെ ആപ്പിൽ കിട്ടൂല, വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടൂല, അത് ജിയോ സിനിമയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതിന് മുകേഷ് അംബാനി 5 വർഷത്തേക്കാണ് വാങ്ങിയത്. എന്താ മുകേഷ് അംബാനിക്ക് 2 വർഷം മാത്രം വാങ്ങിയ പോരാ? മുകേഷ് അംബാനി എത്ര വർഷം വാങ്ങി? 5 വർഷത്തിന് 23,578 കോടി രൂപ കൊടുത്ത് വാങ്ങി. കോടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് 5 വർഷത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം 1 ഇയറിന് എത്ര വരും? പെർ ഇയർ നമുക്ക് എത്ര വരും? ഏകദേശം ഒരു 4,000 സംതിങ് കോടി രൂപ ഒരു വർഷം മുകേഷ് അംബാനി ചിലവാക്കുന്നുണ്ടാവും അല്ലേ? ഒരു വർഷം 4,000 കോടി രൂപ വേണം. ഇനി മുകേഷ് അംബാനി ഇതെന്താ ചെയ്തത്? ആളുകളെ കിട്ടണ്ടേ? മുകേഷ് അംബാനിൻ്റെ ജിയോ പ്ലാറ്റ്ഫോം വിജയിക്കണ്ടേ? ആളുകളെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? അതിനു വേണ്ടി മുകേഷ് അംബാനി ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മുകേഷ് അംബാനി എന്താ ചെയ്തറിയോ? ഫസ്റ്റ് ഇയർ അല്ലേ, മുകേഷ് അംബാനി 5 വർഷത്തിൽ ഫസ്റ്റ് ഇയർ എന്ത് ചെയ്തു? ഈ പറയുന്ന IPLന്റെ സംരക്ഷണം ഫ്രീ ആയിട്ട് ജിയോ സിനിമയിലൂടെ അങ്ങ് കൊടുത്തു. ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. IPL കംപ്ലീറ്റ് എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജിയോ സിനിമ ഇൻസ്റ്റാൾ ചെയ്തു. എല്ലാവരും ജിയോ സിനിമയുടെ ചാനലിൽ പോയി കാണലെടുത്തി. ആപ്പിലൂടെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു? IPL സംരക്ഷണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണ് മുകേഷ് അംബാനി. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? ഫസ്റ്റ് ഇയറിൽ ഫ്രീ ആയിട്ട് ജിയോ സിനിമയിലൂടെ ആപ്പ് അല്ലെ നമ്മൾ IPLന്റെ ടെലികാസ്റ്റിംഗ് റേറ്റ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. പൈസ എടുക്കണോ? അതിൻ്റെ ആവശ്യമില്ല. മുകേഷ് അംബാനിക്ക് എന്ത് ഭ്രാന്തുണ്ട്? വെറുതെ 4,000 കോടി കളയാം അല്ലെ? ഒരു വർഷത്തിന് 4,000 കോടി എക്സ്പെൻസ് വരും. ആ 4,000 കോടി ചിലവാണ് ഒരു വർഷം ഫ്രീ ആക്കി ഇങ്ങനെ കൊടുത്തത്. എന്തിനായിരിക്കും അപ്പോൾ അങ്ങനെ കൊടുത്തത്? ഇത് മുകേഷ് അംബാനിയുടെ സ്ട്രാറ്റജി ആയിരുന്നു അല്ലേ? എല്ലാവരും ഈ ജിയോ സിനിമ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. എല്ലാവരുടെ മൊബൈലിൽ എന്ത് വരും? ജിയോ സിനിമ വരും അല്ലേ? അങ്ങനെ ഈ മുകേഷ് അംബാനിയുടെ ജിയോ സിനിമ എന്ന് പറഞ്ഞ ആപ്പ് എന്ത് ചെയ്യും? എല്ലാവരുടെ ഫോണിലും ഇൻസ്റ്റാൾ ആവും. അത് അത്രത്തോളം ബൂമായിട്ട് മാറും. ശരിയല്ലേ? ഇതിന് വേണ്ടി മുകേഷ് അംബാനി യൂസ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്തു? IPL അങ്ങ് ഫ്രീ ആയിട്ട് കൊടുത്തു. ഞാൻ പറയട്ടെ, മുകേഷ് അംബാനി IPL മാത്രമാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ വേൾഡ് കപ്പ് അല്ലേ? ഫുട്ബോൾ വേൾഡ് കപ്പ്, കഴിഞ്ഞ വർഷം നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ത് ചെയ്തു? മുകേഷ് അംബാനി ഫ്രീ ആയിട്ട് കൊടുത്തില്ലേ? വേൾഡ് കപ്പ് വരെ മുകേഷ് അംബാനി ഈ ജിയോ സിനിമയിലൂടെ സ്ട്രീമിംഗ് ഫ്രീ ആയിട്ട് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ കന്നഡ, തെലുങ്ക്, തമിഴ് അല്ലെ എല്ലാ ഭാഷയിലും മുകേഷ് അംബാനി ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ആപ്ലിക്കേഷൻ എല്ലാവരോട്ടും എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ജിയോ സിനിമയിലൂടെ മുകേഷ് അംബാനി കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ജിയോ സിനിമ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ജിയോ സിനിമയുടെ സ്ട്രാറ്റജി. ഓക്കെ, നമുക്ക് ഇനി ബേസിക് ആയിട്ട് ജിയോ സിനിമയുടെ സ്ട്രാറ്റജി വായിച്ചു നോക്കാം. വെറുതെ ഞാൻ ബേസിക് ഉണ്ടാക്കിയതാട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടോ. കോൺസെപ്റ്റ് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഓരോരോ ട്രിക്കാണ്. ഓക്കെ, ഗ്രോത്ത് ഓഫ് ദ OTT പ്ലാറ്റ്ഫോം ലൈക്ക് ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൻ്റെ IPL എന്ത് ചെയ്തു? ജിയോ സിനിമ ഒബ്റ്റെയിൻഡ് 5 ഇയർ ടെലികാസ്റ്റിംഗ് റൈറ്റ് ഫോർ ₹23,758 കോടി രൂപയ്ക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു വർഷത്തിന് 4,752 കോടി രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ അംബാനി അലൗസ് ടു ഫ്രീ ആക്സസ് ഫോർ 1 ഇയർ. ഒരു വർഷത്തേക്ക് ഇത് ഫ്രീ ആയിട്ട് അങ്ങ് ആക്സസ് കൊടുത്തു അംബാനി. ഇതായിരുന്നു അംബാനിയുടെ സ്ട്രാറ്റജി. ഇനി പറയാണ്, IPL ടെലികാസ്റ്റിംഗ് റൈറ്റ് ഇൻ TV ഈസ് സ്റ്റാർ ചാനൽ. IPL ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് TVയിലാണെങ്കിൽ അത് സ്റ്റാർ ചാനലിലായിരുന്നു അല്ലേ? അംബാനി കൺവേർട്ടഡ് ദീസ് ചാനൽ ഇൻ ടു പെയ്ഡ് വെർഷൻ ആൻഡ് ഗീവ് ഫ്രീ ആക്സസ് ടു ജിയോ സിനിമ. നോർമലി സ്റ്റാർ എന്ന് പറഞ്ഞ ചാനലിലായിരുന്നു IPL കാണാനുള്ള ആദ്യൊരു ആക്സസ് ഉണ്ടായിരുന്നത് അല്ലേ? അംബാനി എന്താ ചെയ്തത്? സ്റ്റാർ ചാനൽ നേരെ പെയ്ഡ് ആക്കി മാറ്റി അല്ലേ? പൈസ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാർ ചാനലിലൂടെ ഇനി ഇത് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്താ അംബാനി ചെയ്തത് ഇന്ത്യയിൽ? എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഗീവ് ഫ്രീ ആക്സസ് ടു ജിയോ സിനിമ. എന്നിട്ട് ജിയോ സിനിമയ്ക്ക് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. ഇനി നിങ്ങൾ പറ, ഏതെങ്കിലും ഒരുത്തും സ്റ്റാർ ചാനലിൽ പൈസ ഒരു സാധനം വാങ്ങൂല. ഇനി എന്താ ചെയ്യുള്ളൂ? ഇനി അംബാനി എന്ത് ചെയ്യുള്ളൂ? എല്ലാവരും എന്ത് ചെയ്യും? ജിയോൻ്റെ ഈ പറഞ്ഞ ജിയോ സിനിമ എന്ത് ചെയ്യും? എല്ലാവരും അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാൻ തുടങ്ങും. ഇതാണ് മുകേഷ് അംബാനി ചെയ്ത സ്ട്രാറ്റജി. ദിസ് ഈസ് എ ബിഗ്ഗസ്റ്റ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദ മുകേഷ് അംബാനി ഇൻ ടേംസ് ഓഫ് ജിയോ സിനിമ. ഇതുപോലെ മുകേഷ് അംബാനി ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജിയോൻ്റെ സ്ട്രാറ്റജി നോക്കാം അല്ലേ? ഇത് ജിയോ സിനിമയുടെ സ്ട്രാറ്റജി ആണെങ്കിൽ ഇനി നമുക്ക് എന്ത് നോക്കാം? മുകേഷ് അംബാനി ജിയോ എന്ന് പറഞ്ഞ സിമ്മിന് അദ്ദേഹം യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താണ് ജിയോക്ക് വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് ജിയോ അല്ലേ, ജിയോ എന്ന് പറഞ്ഞ സിം നമുക്ക് എല്ലാവർക്കും അറിയാം. ജിയോ എന്ത് കമ്പനിയാടാ? അതൊരു ടെലികോം കമ്പനിയാണത് ജിയോ അല്ല, ടെലികോം കമ്പനിയാണത് ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഞാൻ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് അറിയാം കേട്ടോ. ഞാൻ സ്പീഡിൽ എഴുതുമ്പോൾ വരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, മുകേഷ് അംബാനി ഇങ്ങ് നോക്കി അല്ലേ,
ഇന്ത്യയിൽ 2016 ജിയോ വരുന്നത്. ഓക്കെ, 2016 മുകേഷ് അംബാനി ജിയോ എന്ന് പറയുന്ന ഒരു സിമ്മിൻ്റെ കമ്പനി, അതായത് ടെലകോം കമ്പനി മുകേഷ് അംബാനി എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് മുകേഷ് അംബാനി 2009 ആലോചിച്ചു ഇന്ന് ഇന്ത്യയിൽ ആരൊക്കെയാണ് ടെലകോം ഇൻഡസ്ട്രിയിൽ മാർക്കറ്റുള്ളത്. ഫസ്റ്റ് വൺ മുകേഷ് അംബാനി എന്താ വോഡാഫോൺ ഉണ്ട് അല്ലേ, വോഡാഫോൺ ഉണ്ട് ഇന്ത്യയിൽ. പിന്നെ ആരുണ്ട്, പിന്നെ ഐഡിയ ഉണ്ട് ഇന്ത്യയിൽ. ആരുണ്ട്, വോഡാഫോൺ ഉണ്ട്. പിന്നെ ആരുണ്ട്, ഐഡിയ ഉണ്ട്. പിന്നെ ആരുണ്ട്, എയർടെൽ ഉണ്ട് അല്ലേ, ഇന്ത്യയിൽ എയർടെൽ ഉണ്ട്. പിന്നെ ആരുണ്ട്, BSNL നമുക്ക് കേരളത്തിൽ കൂടുതൽ, എന്നാലും BSNL ഉണ്ട്. അപ്പോൾ ഇത്രയും വരുന്ന ഒരു ടെലകോം കമ്പനികൾ അല്ലേ, ടെലകോം കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകേഷ് അംബാനിക്ക് വിചാരിച്ചു ഇനി എനിക്കും ഒരു ടെലകോം കമ്പനി ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ ഐഡിയ പോലെയല്ല, എയർടെൽ പോലെയല്ല, വോഡാഫോൺ പോലെയല്ല, ഈ ഇത്രയും വമ്പൻ കമ്പനികളെ ബീറ്റ് ചെയ്ത് അല്ലേ, അവരൊക്കെ തകർത്തിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലോട്ട് ഒരു പുതിയൊരു സിമ്മിൻ്റെ കമ്പനിയുമായിട്ട് വരാം. അപ്പോൾ മുകേഷ് അംബാനി ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. വെറുതെ ചുമ്മാ വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇവർക്ക് എല്ലാവർക്കും ബിസിനസ് ഉണ്ടെങ്കിലും എനിക്കും അതേപോലത്തെ ബിസിനസ് ആയിരിക്കും കിട്ടല്ലേ. അപ്പോൾ അതിന് മുകേഷ് അംബാനി ചെയ്തൊരു കാര്യം എന്താ പറയുക, മുകേഷ് അംബാനി ആലോചിച്ചു ഇവരെ പോലെ നടന്നിട്ട് കാര്യമില്ല, ഞാനൊരു സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവരെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സാധനം കൊണ്ടുവരുള്ളൂ. അപ്പോൾ മുകേഷ് അംബാനിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ എതിരാളികൾ അല്ലേ, തൻ്റെ എതിരാളി മുകേഷ് അംബാൻ്റെ എതിരാളി, എതിരാളി ജിയോ എന്ന് പറഞ്ഞ സാധനം മുകേഷ് അംബാനി കൊണ്ടുവരികയാണെങ്കിൽ മുകേഷ് അംബാൻ്റെ എതിരാളികളാണ് ആര്, ഈ പറയുന്ന ജിയോ ആണ് മുകേഷ് അംബാനി കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിയോ മുകേഷ് അംബാനി കൊണ്ടുവരുമ്പോൾ മുകേഷ് അംബാനിൻ്റെ എതിരാളികൾ ആരൊക്കെയാടാ, ഈ പറയുന്ന വോഡാഫോൺ മുകേഷ് അംബാനി എതിരാളിയായിരിക്കും. കാരണം എന്താ, ജിയോൻ്റെ ബിസിനസ് ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സാണത് വോഡാഫോൺ. അതുപോലെ ഐഡിയ മുകേഷ് അംബാനി എതിരാളികളായിരിക്കും, എയർടെൽ മുകേഷ് അംബാനി എതിരാളികളായിരിക്കും, BSNL മുകേഷ് അംബാനിയുടെ എതിരാളികളായിരിക്കും. ഇതൊക്കെ അംബാനിൻ്റെ എതിരാളികളാണ് അല്ലേ. അപ്പോൾ ഈ എതിരാളികൾ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് SML. നമ്മൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് അതേ ബിസിനസ് വേറൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെൻ്റെ എതിരാളികളാണ് അല്ലേ, അവരെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് SML. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ കേൾക്കും അല്ലേ, അതിൻ്റെ പേരാണെന്ത്, കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ചെയ്യുന്ന ബിസിനസ് അതുപോലെ ചെയ്യുന്ന വേറെ ആൾ, ഒരേ ഇൻഡസ്ട്രിയിൽ ഒരേ സ്ഥലത്ത് ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതേ ബിസിനസ് ചെയ്യുന്ന വേറെ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ മുകേഷ് അംബാനിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നമ്പർ 1 ആരൊക്കെയാണ്, ആരൊക്കെയായിരുന്നു, വോഡാഫോൺ ആയിരുന്നു അല്ലേ, ഐഡിയ ആയിരുന്നു, പിന്നെ എയർടെൽ ആയിരുന്നു, BSNL ആയിരുന്നു. അപ്പോൾ മുകേഷ് അംബാനിക്ക് എന്ത് വേണം, ഇവരൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് വേണം എന്ത് കൊണ്ടുവരാം, ഈ പറഞ്ഞ സിമ്മ് കൊണ്ടുവരാം. അതിന് മുകേഷ് അംബാനി ചെയ്തത് എന്താ, മുകേഷ് അംബാനി യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താ അറിയോ, എല്ലാവരും കൊടുക്കുന്ന പോലെ കൊടുത്തൊരു കാര്യമുണ്ടോ, കാര്യമില്ല. മുകേഷ് അംബാനി ഫസ്റ്റ് എന്ത് ചെയ്തു, 2009 മുകേഷ് അംബാനി എന്ത് കൊണ്ടുവരാൻ വേണ്ടി ചിന്തിച്ചത് അല്ലേ, 2016 ആകുമ്പോഴേക്കിനും എനിക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യണം, 2016 ആകുമ്പോഴേക്കും എനിക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യണം, ജിയോ എന്ന് പറഞ്ഞൊരു ഒരു ടെലകോം കമ്പനി എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഞാൻ പ്ലാനുകൾ ഇന്ന് ഉണ്ടാക്കി തുടങ്ങണം എന്ന് 2009 മുകേഷ് അംബാനി എന്ത് ചെയ്തു, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇന്നുണ്ടാക്കി അല്ലേ, അല്ലെങ്കിലോ ഒരു പ്ലാൻ പറയാം, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ പറയാം, അല്ലെങ്കിലോ ഒരു തന്ത്രം മുകേഷ് അംബാനി ഇന്ന് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് പറഞ്ഞത് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് അല്ലേ, ഒരു പ്രിൻ്റ് അല്ലേ, നമ്മൾ വീട് വെക്കുന്ന മുമ്പ് ഒരു പ്രിൻ്റ് ഉണ്ടാക്കൂല, ഒരു രൂപം ഉണ്ടാക്കൂല, അതേപോലെ ഒരു ബ്ലൂ പ്രിൻ്റ് മുകേഷ് അംബാനി ഇന്നെന്ന് പറയുന്നവരാ 2009 മുകേഷ് അംബാനി ക്രിയേറ്റ് ചെയ്തു അല്ലേ. എന്നൊക്കെ വേണ്ടിയിട്ടാണോ, അല്ല, 2016 ജിയോ എന്ന് പറഞ്ഞൊരു സിമ്മ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകേഷ് അംബാനി 2009 ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ആ പ്ലാൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഒരു സ്ട്രാറ്റജി മുകേഷ് അംബാനി ക്രിയേറ്റ് ചെയ്തു, ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഏത് ടൈപ്പ് സ്ട്രാറ്റജിയാണ്, തൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ഐഡിയ, വോഡാഫോൺ, എയർടെൽ, BSNL, ഇവരെന്ത് ചെയ്യണം, ഇവരെ തകർക്കണം, നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ ബീറ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് മുകേഷ് അംബാനി ഉണ്ടാക്കിയത്. ഇവരെ തകർക്കണം അല്ലേ, ഇവരെ നമുക്ക് ഒരു മാസത്തിന് മാത്രം തകർത്താൽ മതിയോ, അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മാത്രം തകർത്താൽ മതിയോ, അല്ലെങ്കിൽ ഒരു വർഷത്തിന് മാത്രം തകർത്താൽ മതിയോ, ഞാൻ അവിടെ എത്ര കാലം ബിസിനസ് ചെയ്യുന്നുണ്ടോ അത്രയും വർഷവും ആ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ ഐഡിയ, വോഡാഫോൺ, ഇവർക്ക് അത്രയും കാലം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇവരെ എന്ത് ചെയ്യണം, ലൈഫ് ലോങ് ലോട്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവരെ തകർക്കണം, ഇവരെ ബീറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ലൈഫ് ലോങ് ലോട്ട് ഇവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടി മുകേഷ് അംബാനി ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു. എന്തറിയോ, എൻ്റെ സിം ഇറക്കുമ്പോൾ മുകേഷ് അംബാനി ഒരു സിം ഇറക്കുന്ന സമയത്ത് മുകേഷ് അംബാനി യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, 2016 മുകേഷ് അംബാനി ജിയോ ഇംപ്ലിമെൻറ്റ് ചെയ്തു. മുകേഷ് അംബാനി ഒരു ഓഫർ അങ്ങ് കൊടുത്തു, എന്താ, ഫ്രീ സിം. എല്ലാവർക്കും എന്ത് കൊടുത്തു, സിമ്മ് ഫ്രീ ആയിട്ട് കൊടുത്തു
അല്ലേ? എല്ലാവർക്കും ഫ്രീ കോൾ, എല്ലാവർക്കും എന്ത് ചെയ്തു? കോൾ ഫ്രീ ആയിട്ട് എന്ത് കൊടുത്തു? കോൾ കൊടുത്തു, അല്ലേ? കോൾ മാത്രം ഫ്രീ ആയിട്ട് കൊടുത്തത്, ഫ്രീ ആയിട്ട് എന്തും കൊടുത്തു? ഫ്രീ ആയിട്ട് കൊടുത്തു, ഡാറ്റയും കൊടുത്തു. ഡാറ്റ മീൻസ് നെറ്റും കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി മുകേഷ് അംബാനി ചെയ്തത്. ഫ്രീ ആയിട്ട് സിം കൊടുത്തു, ഫ്രീ ആയിട്ട് കോൾ കൊടുത്തു, ഫ്രീ ആയിട്ട് ഡാറ്റ കൊടുത്തു. ദിസ് ഈസ് ദ ബ്രില്യൻസ് ബിഹൈൻഡ് ദ മുകേഷ് അംബാനി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫ്രീ ആയിട്ട് സിമ്മും ഫ്രീ ആയിട്ട് കോളും ഫ്രീ ആയിട്ട് ഡാറ്റയും കിട്ടിയ ആരാണെങ്കിലും സിമ്മ് വാങ്ങാതിക്കോ, അല്ലേ? എല്ലാവരും ജിയോൻ്റെ സിമ്മ് വാങ്ങി, എല്ലാവരും നെറ്റ് യൂസ് ചെയ്തു, എല്ലാവരും കോൾ ചെയ്യാൻ തുടങ്ങി, അല്ലേ? അതുവരെ വോഡാഫോണും അതേപോലെ തന്നെ ഐഡിയയും അതേപോലെ തന്നെ ഈ പറയുന്ന എയർടെലും അതേപോലെ തന്നെ BSNലും ഇവരെന്ത് ചെയ്തിട്ടുണ്ടോ? ഇവർ ആ ഒരു കാലഘട്ടത്തിൽ ഇവർ നോക്കിയേ, 1 GB ഡാറ്റയ്ക്ക് അന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിരുന്നത് ഒരു 170 മുതൽ 220 രൂപക്കായിരുന്നു. 1 GB ഡാറ്റയ്ക്ക് നമ്മൾ പൈസ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആ ഒരു റീചാർജിൻ്റെ കാർഡൊക്കെ വാങ്ങി ചുരണ്ട നമ്മൾ കയറ്റി ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. 29 രൂപയ്ക്ക് 110 MB എന്നൊക്കെ പറഞ്ഞിട്ട് റീചാർജിൻ്റെ കാർഡ് വാങ്ങി ചുരണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ എന്താ പറയുക, റീചാർജ് നമ്മൾ ഫോണിനകത്തോട്ട് റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണോ? അപ്പോൾ അത് ആരാ? 1 GB നമ്മൾ 170 200 രൂപ കൊടുത്ത് വാങ്ങിയിരുന്ന ഇതേ 1 GB മുകേഷ് അംബാനി എന്താ ചെയ്തത്? 1 GB ഒരു ദിവസം, അല്ലേ? ഇത് നോക്കി, ഈ 1 GB നമ്മൾ 30 ദിവസത്തിനായിരുന്നു നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യന്മാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മാസത്തിനാണ് നോർമലി ആളുകൾ 1 GB യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2016 മുമ്പ്. അപ്പം 2016 ശേഷം ജിയോ വന്നതോട് കൂടിയിട്ട് 1 GB പെർ ഡേ, ഒരു ദിവസം 1 GB നെറ്റ് കൊടുത്തു. 1 GB നെറ്റ് ഒരു ദിവസം, അങ്ങനെ 30 ദിവസത്തിന്. അപ്പോൾ എത്ര GB നെറ്റ് കൊടുത്തിട്ടുണ്ടാവും? 30 GB കൊടുത്തു, ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു മുകേഷ് അംബാനി. ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു ദിവസത്തിനാണോ കൊടുത്തത്? 2 ദിവസത്തിനാണ് കൊടുത്തത്? അല്ലോ 1 മാസത്തിന് വേണ്ടി മാത്രമാണ് കൊടുത്തത്? അല്ലെങ്കിൽ 1 വർഷത്തിന് വേണ്ടി മാത്രം? ഇല്ല. മുകേഷ് അംബാനി ഇത് അപ് ടു 2 years വരെ, അല്ലെങ്കിൽ 1.5 വർഷം 2 വർഷം വരെ മുകേഷ് അംബാനി ഇത് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. അതോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന ഐഡിയൻ്റെ കസ്റ്റമറും, അതോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന വോഡാഫോണിൻ്റെ കസ്റ്റമറും, ഇന്ത്യയിലുണ്ടായിരുന്ന എയർടെലിൻ്റെ കസ്റ്റമറും, ഇന്ത്യയിലുണ്ടായിരുന്ന BSNൻ്റെ കസ്റ്റമറും, അല്ലേ? ഐഡിയൻ്റെ കസ്റ്റമർ എന്ത് ഒഴിവാക്കി? സിം ഒഴിവാക്കി. വോഡാഫോണിൻ്റെ കസ്റ്റമർ പോലെ സിം ഒഴിവാക്കി. എയർടെലിൻ്റെ കസ്റ്റമർ പോലെ സിം ഒഴിവാക്കി. BSNൻ്റെ കസ്റ്റമർ പോലെ സിം ഒഴിവാക്കി. ഇവരെല്ലാം അവരുടെ ആ കമ്പനീൻ്റെ സിം അങ്ങ് ഒഴിവാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് കൺവേർട്ടായി. ജിയോ എന്ന് പറയുന്ന മുകേഷ് അംബാനിയുടെ സിമ്മിലോട്ട് കൺവേർട്ടായി. എന്നിട്ട് 2 വർഷത്തിന് ശേഷം മുകേഷ് അംബാനി എന്തുകൊണ്ടെന്ന് അത് പ്രീമിയം, അല്ലെ, അത് പെയ്ഡാക്കി മാറ്റി. അത് പൈസ കൊടുത്താൽ മാത്രമാക്കി മാറ്റി, പെയ്ഡാക്കി മാറ്റി. ബട്ട് പൈസ കൊണ്ടുവരുമ്പോഴും മുകേഷ് അംബാനി ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തു. ഐഡിയ കൊടുക്കുന്നതിൻ്റെ കാരണം, ഐഡിയ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാസത്തിന് 250 രൂപയാണ് ചാർജ് ചെയ്യണമെങ്കിൽ മുകേഷ് അംബാനി എന്ത് ചെയ്തു? അതൊരു 220 രൂപയാക്കി, അല്ലെ? ചെറിയൊരു 30 rupees അല്ലെങ്കിൽ 40 rupees റേഞ്ച് ഡിഫറൻസ് ആര് കൊണ്ടുവന്നു? മുകേഷ് അംബാനി. ഇത് മറ്റൊരു സ്ട്രാറ്റജി. അപ്പോൾ മുകേഷ് അംബാനി, ഞാൻ ചോദിക്കട്ടെ, മുകേഷ് അംബാനിക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ കേരളത്തിൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലേ? അല്ലെങ്കിലോ തമിഴ്നാട്ടിൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിലോ മുംബൈയിൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം ഈ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വിജയിച്ചാൽ മാത്രം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നാൽ, അല്ലേ, ഓൾ ഇന്ത്യ ലെവലിൽ എടുത്താൽ പോരായിരുന്നോ? വേണമെങ്കിൽ മതിയായിരുന്നു. ബട്ട് മുകേഷ് അംബാനി അങ്ങനെയാണോ ചെയ്തത്? അല്ല. പുള്ളിക്കാരൻ എന്താ ചെയ്തത്? ഇത് ഒറ്റയടിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങ് എന്ത് ചെയ്തു? ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ ആണോ? അതോടുകൂടി ഇന്ത്യയിൽ ഇന്ന് കിങ് ആരായിട്ട് മാറി? ജിയോ എന്ന് പറഞ്ഞ ടെലികോം കമ്പനി ആയിട്ട് മാറി. മറ്റുള്ളവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ദാറ്റ് ഈസ് ബിഗ്ഗസ്റ്റ് സ്ട്രാറ്റജി ദാറ്റ് ഈസ് മെയ്ഡ് ബൈ മുകേഷ് അംബാനി. മനസ്സിലാവുന്നുണ്ടോ? സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എടാ, SM പഠിച്ച് പാസ്സാവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എൻ്റെ നോട്ടും എൻ്റെ ഇതും മാത്രം പഠിച്ചാൽ മതി. പക്ഷേ അത് മാത്രം പോരാ. നമുക്ക് CA പാസ്സായിട്ട് ഫൈനലും ക്വാളിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം? ബിസിനസ് ചെയ്യണ്ടേ? കമ്പനിയിൽ പോയിട്ട് കളിക്കണ്ടേ? അങ്ങനെ പോയിട്ട്, അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അറിവ് വേണം. ഒരുപാട് കമ്പനികളെ കുറിച്ച് അറിയണം, അവരുടെ സ്ട്രാറ്റജി അറിയണം, അവരുടെ മെത്തേഡ് അറിയണം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് എക്സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും. ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിന് A to Z നമ്മൾ എന്ത് ചെയ്യും? കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ചാപ്റ്ററിനകത്തോട്ട് പോവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? പക്കയല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യുക? ഒന്ന് റിവേഴ്സ് ചെയ്യും കൂടി ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു മുകേഷ് അംബാനി യൂസ് ചെയ്ത ബിഗ്ഗസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഓക്കെ, അപ്പോൾ ജിയോ വന്നു അല്ലേ? അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെ? മുകേഷ് അംബാനിൻ്റെ ഐഡിയ, വോഡാഫോണൊക്കെ പൂട്ടിപ്പോയി. അപ്പോൾ ഐഡിയയും വോഡാഫോണും അവർ ബിസിനസ് പൂട്ടി പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഐഡിയയും വോഡാഫോണും പൂട്ടി പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിലെന്ത് ചെയ്തു? ഐഡിയയും വോഡാഫോണും കൂടിയിട്ടൊരു മീറ്റിംഗ് കൂടി. നമുക്ക് പൂട്ടി പോകണ്ട, നമുക്ക് 2 പേർക്കും കൂടി എന്താവാം? നമുക്ക് 2 പേരും കൂടി ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇവർ തോൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഒരൊറ്റ കമ്പനിയായിട്ട് ഫോം ചെയ്തു. ആ കമ്പനിയാണത് VI, V4 വോഡാഫോൺ ആൻഡ് I
i4 = അവരെന്ത് ചെയ്തു, VI എന്ന് പറഞ്ഞൊരു കമ്പനി അവരങ്ങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അവർ പൂട്ടിപ്പോകാൻ നിൽക്കുകയായിരുന്നു, ജിയോ തമ്മിൽ പിടിച്ചിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, മുകേഷ് അംബാനി ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു, എന്താ, 1 GB നെറ്റ് പെർ ഡേ വെച്ച് കൊടുത്തു 30 ദിവസത്തിന് അല്ലേ. അന്ന് വരെ 1 GB ഒരു മാസത്തിനായിരുന്നു ഐഡിയയും വോഡാഫോണും കൊടുത്തിരുന്നത്. മുകേഷ് അംബാനി അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു നിവൃത്തിയില്ല, ഇവർക്കും എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കും അതുപോലെ ചെയ്യേണ്ടി വരും. ഒരാൾ എൻ്റെ കോമ്പറ്റീറ്റർ എന്താണ് ചെയ്യുന്നത് അതേപോലെ എനിക്കും ചെയ്യേണ്ടി വരും. അത് ആര് അക്സെപ്റ്റ് ചെയ്തു? ഐഡിയ വോഡാഫോൺ അക്സെപ്റ്റ് ചെയ്തു. അവരും ഇപ്പോൾ എന്ത് ചെയ്തു, 1 GB നെറ്റ് പെർ ഡേ വെച്ച് എന്ത് ചെയ്തു, കൊടുക്കൽ തുടങ്ങി. ഓക്കെ അല്ലേ. ഇതായിരുന്നു ജിയോ എന്ന് പറയുന്ന ഈ ഒരു സിം കമ്പനി യൂസ് ചെയ്ത് ഏറ്റവും വലിയ സ്ട്രാറ്റജി. നമ്മൾ ജിയോ സിനിമ ആയിരുതാ, ജിയോ സിനിമയും മുകേഷ് അംബാനിൻ്റെ, ജിയോ ആയിരുതാ മുകേഷ് അംബാനി. അപ്പുറം പറഞ്ഞില്ലേ, എന്താ, അവൾ ഫ്രീ ആയിട്ട് IPL കൊടുത്തു പറഞ്ഞല്ലേ. ഇനി 2ാമത്തെ വർഷം മുതൽ എന്ത് ചെയ്തു, IPL പെയ്ഡ് ആക്കും അല്ലെ, പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ജിയോ എന്ന് പറഞ്ഞ സിനിമ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ജിയോ സിമ്മിലൂടെ കയറിയിട്ട് IPL വേണ്ടി സെപ്പറേറ്റ് ഒരു പാക്ക് ഉണ്ട്, ഒരു ചെറിയ 28-30 രൂപ കൊടുത്ത് ചെറിയൊരു പാക്കറ്റ്, IPL പാക്ക്. അത് അവർ റീചാർജ് ചെയ്യും. എതിലൂടെ? അപ്പോൾ ജിയോയിലൂടെ IPL റീചാർജ് ചെയ്യും, എന്നിട്ട് ജിയോ സിനിമ കാണും അല്ലെ. ജിയോയിലൂടെ റീചാർജ് ചെയ്യും, ജിയോ സിനിമയും കൂടെ IPL കാണും. ജിയോയിലൂടെ റീചാർജ് ചെയ്യും. കണ്ടോ സ്ട്രാറ്റജി മനസ്സിലായോ? 2 കമ്പനി, അതാണ് ബിഗ്ഗസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ജിയോ കയറിയിട്ട് റീചാർജ് ചെയ്യും, ജിയോ സിനിമയിലൂടെ IPL കാണും. അവിടുന്ന് ലാഭം കിട്ടും, ഇവിടുന്ന് ലാഭം കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ബ്രില്യൻസ് ബിഹൈൻഡ് ബൈ ദ മുകേഷ് അംബാനി. ഓക്കെ.